എന്റെ കുഞ്ഞേ, നീ മക്കളെ ഓർത്ത് വളരെ ചിന്തയിലാണ് എന്ന് ഞാൻ അറിയുന്നു. അവരുടെ അഡ്മിഷൻ, ജോലി, വിവാഹം, കുടുംബജീവിതം, അവരുടെ കുഞ്ഞുങ്ങൾ, വീട്, വായ്പ ഇതെല്ലാം നീ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നു. വഴിപാട് നടത്തുന്നതും ഷഷ്ടിവ്രതം എടുക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാധനാലയങ്ങളിൽ വരുന്നതും ഞാൻ കാണുന്നു. നിങ്ങൾ ഇത് കേൾക്കുന്നത് ഒരു സാധാരണ സംഭവമല്ല. ഇത് ഒരു സന്ദേശമാണ്. നിങ്ങളുടെ ഹൃദയം ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് വെറുതെയല്ല. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ എത്ര ആശങ്കപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ മാത്രം ജാഗരിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്റെ മകന്റെ ജീവിതം ശരിയായ വഴിയിലേക്ക് പോവുമോ? എന്റെ മകളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമോ? അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ദിവസവും ഉയരുന്നുണ്ട്. പക്ഷേ ഇന്ന്, ഈ നിമിഷം, ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ ചൊരിഞ്ഞ കണ്ണീർ, നിങ്ങൾ എടുത്ത ഓരോ ത്യാഗവും എല്ലാം കേൾക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാനിരിക്കുകയാണ്. ഇത് സാധാരണ ഒരു നല്ല സമയം അല്ല. ഇത് ഒരു അനുഗ്രഹകാലമാണ്. നിങ്ങൾ ഒരിക്കലും കാണാത്ത രീതിയിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം ഉയരും. അവർക്ക് മുൻപ് കണ്ടിരുന്ന തടസ്സങ്ങൾ ഒന്നൊന്നായി മാറിപ്പോകും. പഠനത്തിൽ പിന്നോട്ടു പോയിരുന്നവർ ഇനി മുന്നിലേക്ക് വരും. വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നവർ ഇനി ആത്മവിശ്വാസത്തോടെ നടക്കും. തെറ്റായ കൂട്ടുകാരുടെ സ്വാധീനത്തിൽ ആയിരുന്നവർ ഇനി ശരിയായ വഴിയിലേക്ക് തിരിയും. നിങ്ങൾ ഒരിക്കൽ വിചാരിച്ചിരിക്കും, എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് ഇത്രയും കഷ്ടങ്ങൾ? പക്ഷേ സത്യത്തിൽ അത് അവരുടെ ജീവിതത്തിലെ വലിയ ഉയർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. ഒരു വൃക്ഷം ഉയരാൻ അതിന്റെ വേരുകൾ ആദ്യം ആഴത്തിലേക്ക് പോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഇപ്പോൾ നേരിട്ട കഷ്ടങ്ങൾ അവരെ കൂടുതൽ ശക്തരാക്കി. ഇനി അവർ ഉയരാൻ തയ്യാറാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങും. അവർ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ തുടങ്ങും. അവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ശരിയായ ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഇത് എല്ലാം ഒരു ദൈവിക ക്രമീകരണമാണ്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം: വിശ്വാസം. അതെ, നിങ്ങൾ വിശ്വസിക്കണം. എന്റെ കുട്ടിക്ക് നല്ലത് തന്നെ സംഭവിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കണം. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ പറയണം, എന്റെ മകൻ വിജയിക്കും. എന്റെ മകൾ വലിയ ഒരാളായി മാറും. അവർക്ക് നല്ല ജീവിതം കിട്ടും. ഈ വാക്കുകൾ ഒരു ദിവസം യാഥാർത്ഥ്യമാകും. നിങ്ങൾ കരഞ്ഞ രാത്രികൾക്ക് ഒരു അർത്ഥമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി വരും. അത് വളരെ അടുത്താണ്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വരാനിരിക്കുകയാണ്. ഒരു പരീക്ഷയിൽ വിജയം, ഒരു നല്ല ജോലി, ഒരു വലിയ തിരിമറി. ഇത് അവരുടെ ജീവിതം മാറ്റും. നിങ്ങൾ അതിന് സാക്ഷിയാകും. ഇനി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മക്കൾക്കായി എത്ര പ്രാർത്ഥിച്ചു? എത്ര ത്യാഗങ്ങൾ ചെയ്തു? എത്ര സ്വപ്നങ്ങൾ വിട്ടുകൊടുത്തു? ഇതെല്ലാം വെറുതെയാവില്ല. ദൈവം ഒരിക്കലും ഒരു അമ്മയുടെയും അച്ഛന്റെയും കണ്ണീർ അവഗണിക്കില്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലത് ലഭിക്കും. ഇനി നിങ്ങൾ കാണും. അവർ നിങ്ങളെ അഭിമാനിപ്പിക്കും. ഒരു ദിവസം അവർ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയും, എല്ലാം നിങ്ങളാൽ തന്നെയാണ്. ആ ദിവസം നിങ്ങളുടെ കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ നിറയും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടങ്ങൾ ഒരു നിമിഷം കൊണ്ട് മറക്കും. അതാണ് ആ അനുഗ്രഹദിനം. അതുകൊണ്ട് ഇനി വിഷമിക്കരുത്. നിങ്ങളുടെ മക്കളുടെ ജീവിതം ശരിയായ ദിശയിൽ ആണ്. നിങ്ങൾ അവരെ വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. മറ്റെല്ലാം ശരിയായ സമയത്ത് നടക്കും. ഇത് ഓർക്കണം. ഇത് അവസാനമല്ല. ഇത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ മക്കളുടെ നല്ല ദിവസങ്ങൾ ഇനി വളരെ അടുത്താണ്. വിശ്വാസത്തോടെ നിന്റെ ദൈവത്തിന് നന്ദി പറയൂ. മംഗളം ഭവിക്കട്ടെ.